സമരം ചെയ്യാനാവില്ല, പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനാവില്ല. അച്ചടക്കത്തിലൂന്നിയുള്ള സംഘടനാ പ്രവർത്തനം. കേരളത്തിലെ പോലീസ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ 4.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 1980കളിൽ ആരംഭിച്ച കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും ഇന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ കൂട്ടുകാരായി മാറിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണം എന്നുള്ള നിലയിലായിരുന്നു പോലീസിനെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അത് ഭരണകൂടത്തിൻ്റെ ഒരു മുഖമായി മാറിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മാറ്റം കേരളത്തിലെ പോലീസിനുണ്ടായെങ്കിൽ അതിൽ പോലീസ് സംഘടനകൾ വഹിച്ച പങ്ക് ചെറുതല്ല. നവീകരിക്കപ്പെട്ട ഈ കേരളത്തിലെ പോലീസ് സേന ഉണ്ടായി വരുന്നതിൽ ഈ 4.5 പതിറ്റാണ്ട് കാലത്തെ കേരള പോലീസ് സംഘടനകളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. എല്ലാ കാലവും പോലീസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പോലീസ് സമ്മേളനങ്ങൾ. സമ്മേളനങ്ങളിൽ ഉരുത്തിരിയുന്ന പ്രമേയങ്ങളും ആശയങ്ങളും പിന്നീട് പോലീസിൻ്റെ ആകെ നവീകരണത്തിലേക്ക് വഴിവെക്കുകയാണ്. അത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ KPOA 35ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മാസം 26, 27, 28 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ 35ാം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അനന്തപുരിയിലെത്തുന്ന ഈ സമ്മേളനം വൻ വിജയമാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് നിരവധി അനുബന്ധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സാംസ്കാരിക നായകരെയും രാഷ്ട്രീയ പ്രമുഖരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധിയായ പരിപാടികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്നു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, കൈകോർക്കാം യുവതയ്ക്കായി എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്തെത്തുമ്പോൾ മെയ് മാസം 26, 27, 28 തീയതികൾ കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു സംഗമ സ്ഥാനമായി മാറുകയാണ്. തീർച്ചയായും എല്ലാവരും ഈ സമ്മേളനത്തിൽ മുഴുവൻ സമയം പങ്കെടുത്തുകൊണ്ട് സമ്മേളനത്തെ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.